ചെമ്പഴന്തി മണയ്ക്കൽ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് മണയ്ക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പവിത്രമായ ചെമ്പഴന്തി വയൽവാരം വീടിന് സമീപമാണ് മണയ്ക്കൽ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഭദ്രകാളിയും മറ്റ് ഉഗ്രമൂർത്തികളുമായിരുന്നു മണയ്ക്കൽ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികൾ. ദേവീപ്രീതിക്കായി ആട്, കോഴി മുതലായ ജീവികളെ ബലിയർപ്പിച്ചിരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും മാർത്താണ്ഡവർമ്മയെ രക്ഷിച്ചതിനുള്ള പ്രതിഫലമായിട്ടാണ് കൊട്ടാരം വക മണയ്ക്കൽ ക്ഷേത്രം കണ്ണുങ്കര വീട്ടുകാർക്കും ഗുരുദേവന്റെ പൂർവികർക്കും ലഭിച്ചത്. പിന്നീട് സംഭവിച്ച ചില കലഹങ്ങൾ നിമിത്തം ഇരുകൂട്ടരും തമ്മിൽ ഭിന്നിക്കുകയും ക്ഷേത്രവും അതോട് ബന്ധപ്പെട്ട കുറേ വസ്തുക്കളും ഗുരുദേവന്റെ കുടുംബക്കാർക്ക് ലഭിക്കുകയും ചെയ്തു. കുടുംബത്തിലെ ഒടുവിലത്തെ അംഗങ്ങൾ ക്ഷേത്രത്തിനും വസ്തുവകകൾക്കും ഉണ്ടായിരുന്ന അവകാശം ഗുരുദേവന്റെ പേരിൽ ദാനാധാരം എഴുതി രജിസ്റ്റർ ചെയ്തു. ദാനാധാരം സ്വീകരിക്കാൻ മണയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് ഗുരുദേവനെ ക്ഷണിച്ച കുടുംബക്കാരുടെ ക്ഷണം സ്വീകരിച്ച് ഗുരുദേവൻ ക്ഷേത്രത്തിലെത്തി. ആധാരവും ക്ഷേത്രത്തിന്റെ താക്കോലും ഗുരുസന്നിധിയിൽ സമർപ്പിച്ചു. അന്ന് രാത്രി ആരും തന്നെ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരിക്കരുതെന്ന് ഗുരുദേവൻ കൽപ്പന ചെയ്തു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഗുരുദേവൻ ശിഷ്യസമേതം ക്ഷേത്രത്തിൽ കടക്കുകയും ഭദ്രകാളി വിഗ്രഹം ഇളക്കി മാറ്റി പകരം ശിവലിംഗം സ്ഥാപിക്കുകയും അവിടെ നടന്നു വന്നിരുന്ന ജന്തുബലി നിർത്തലാക്കുകയും ചെയ്തു. 1925 ഡിസംബർ 23-ാം തീയതിയായിരുന്നു മണയ്ക്കൽ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ. ഗുരുദേവൻ സ്ഥാപിച്ച ശിവലിംഗം സ്വാമി ധർമ്മതീർത്ഥരുടെ കാലത്ത് എടുത്തുമാറ്റുകയും ഗുരുദേവന്റെ പടം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടുത്തെ ആരാധനാമൂർത്തി ഗുരുദേവൻ തന്നെയാണ്.